വയനാട് മുണ്ടക്കൈ ചുരൽമല ഉരുൾപൊട്ടൽ പുനരധിവാസത്തിന് കോൺഗ്രസ് വാങ്ങിയ സ്ഥലം വന്യമൃഗശല്യമുള്ള മേഖലയാണെന്ന വിമർശനത്തിന് മറുപടിയുമായി നേതാക്കൾ. വയനാട്ടിൽ എല്ലാ സ്ഥലത്തും കാട്ടാന ശല്യം ഉണ്ടല്ലോ എന്നാണ് KPC അധ്യക്ഷൻ സണ്ണി ജോസഫിന്റെ പ്രതികരണം. വയനാട്ടിൽ ഏത് സ്ഥലമാണ് ആനയും കടുവയും ഇറങ്ങാത്തതെന്ന് കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ചോദിച്ചു. അതിപ്പോൾ എനിക്കറിയില്ല. വയനാട്ടിലെല്ലാം സ്ഥലത്തും കാട്ടാന ശല്യം ഉണ്ടല്ലോ. ബത്തേരി ടൗണിൽ ആന ഇറങ്ങിയതല്ലേ ഇല്ലേ? കൽപ്പറ്റയിലും മാനന്തവാടി ടൗണിൽ ആന ഇറങ്ങിയതല്ലേ? ആനയില്ലാത്ത സ്ഥലമില്ലല്ലോ വയനാട്ടിൽ. അത് വയനാട് കൊന്നുള്ള സ്ഥലമാണ്. അല്ല, വയനാട്ടിൽ ഏത് സ്ഥലമാണ് പിന്നെ ആനത്താരിയും കടുവ ഇറങ്ങാത്തതും ഒക്കെ ആയിട്ടുള്ള ഏത് സ്ഥലമാണ് ഉള്ളത്? അവിടെയൊക്കെ മിക്കവാറും ഇതെല്ലാം ഉള്ളതാണ്. ഞങ്ങൾ പരിശോധിച്ചതിൽ അതൊക്കെ തെറ്റായ പ്രചരണം. ഇത്രയും നാളത്തെ പ്രചരണം എന്തായിരുന്നു? കോൺഗ്രസ് പാർട്ടി സ്ഥലം ഏറ്റെടുക്കുന്നില്ല, വീട് വെച്ച് കൊടുക്കുന്നില്ല. എടാ, വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ പണം കൊടുത്ത് സ്ഥലം വാങ്ങിച്ചപ്പോൾ പറയുന്നു ആനത്താരിയാണത്. അവിടെ കടുവയും പുലിയും ആനയും ഒക്കെ എല്ലായിടത്തും കൂടെ നടന്നു പോകുന്ന സ്ഥലങ്ങളാണ്. വാസയോഗ്യമായ സ്ഥലം തന്നെയാണെന്നാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ള റിപ്പോർട്ട്. ഇനി ഞങ്ങൾ വീടും വെച്ച് കൊടുക്കും അവിടെ. കോൺഗ്രസ് വാങ്ങിയ സ്ഥലം വന്യമൃഗശല്യം ഉള്ളതാണെന്നും കോൺഗ്രസുകാർ അവരോട് തന്നെ ഇക്കാര്യം ചോദിക്കുന്നെന്നും CPIM സംസ്ഥാന സെക്രട്ടറി അംഗം MB ജയരാജൻ പ്രതികരിച്ചു. ഒരു കോൺഗ്രസ് പ്രവർത്തകൻ വളരെ ദുഃഖത്തോടുകൂടിയുള്ള ഒരു പ്രതികരണം നടത്തിയത്, ഒരു കത്ത് KPCC പ്രസിഡന്റിന് അയച്ചത് എന്നെ കാട്ടുമൃഗങ്ങളുടെ നടുവിലേക്കാണോ അയക്കുന്നത്? അതുകൊണ്ട് കോൺഗ്രസ്സുകാർ ചോദിക്കുന്ന ചോദ്യമാണ്, സ്ഥലം എവിടെ, വീട് എവിടെ? ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.